എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് റീചാർജിനെ കുറിച്ചാണ്. ഗൂഗിൾ പേ വഴി എങ്ങനെയാണ് റീചാർജ് ചെയ്തതെന്ന് നോക്കിയാലോ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത ബിൽ ആൻഡ് റീചാർജ് ഉണ്ട്. അത് ഫുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള കുറേ കിട്ടും. അതിനകത്ത് താഴെ ബ്രോഡ്ബാൻഡ് ആൻഡ് ലൈൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്ന് കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്ന് വരുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യൂസർ നെയിം, നമുക്ക് ഒരു ബ്രോഡ്ബാൻഡ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടുന്നതാണ്. ഇനി അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. യൂസർ നെയിം എന്നുള്ളിടത്ത് ആ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ നിക്ക് നെയിം വേണമെങ്കിൽ കൊടുക്കുക, വേണ്ടെങ്കിൽ കൊടുക്കേണ്ട, എന്തെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള യൂസർ നെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ബില്ല് ആൻഡ് ഡേറ്റിൻ്റെ ഒരു ഫുൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലുള്ള സ്പീഡും അതേപോലെ തന്നെ ബിയും കൂട്ടണമെങ്കിലും എമൗണ്ട് കൂടുന്നതനുസരിച്ച് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് ആപ്ലിക്കേഷനകത്ത് കയറി അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെയാണ് പേ ആണ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പിന്നും കാര്യങ്ങളും ഒരു സെക്യൂരിറ്റി പാസ്വേഡ് കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു ബ്ലാക്ക് ആയിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ കേരള വിഷൻ്റെ ആപ്ലിക്കേഷനകത്ത് കയറി ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതലുള്ള പ്ലാനുകളും അതുപോലെ തന്നെ എമൗണ്ടുകൾ, ബി സ്പീഡ് അങ്ങനെയുള്ള എല്ലാം അതിനകത്ത് കാണാവുന്നതാണ്. കൂടുതലുള്ള ചെയ്യുകയാണെങ്കിൽ അതേപോലെ നമുക്ക് മാറ്റി ചെയ്യാം. നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് പ്ലാനാണോ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ തേർഡ് പാർട്ടി ഒരു ആപ്ലിക്കേഷൻ വഴി കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ബില്ലും കാര്യങ്ങളും സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വാച്ചറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 470 രൂപ പേയ്മെൻറ്റും കാര്യങ്ങളും ആയിട്ടുണ്ട്. 3 രൂപ നമുക്ക് കൺവേർഷൻ ഫീസും കാര്യങ്ങളും വരും കേട്ടോ. ഇതുവഴിയൊക്കെ ചെയ്യുമ്പോൾ മറ്റേ ആമസോൺ പേ വഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൺവേർഷൻ ഫീസും കാര്യങ്ങളും ഈടാക്കുന്നതല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ റീചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഗൂഗിൾ പേ വഴി എങ്ങനെയാണ് ബ്രോഡ്ബാൻഡ് ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ റിപ്ലൈയും കാര്യങ്ങളും തരും. എന്തായാലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ വരുന്ന വരെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ.